ഹലോ ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡേ പ്ലാൻ 8 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ എല്ലാവരും ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റ് ഈ ഒരു കാര്യം എന്തിനൊക്കെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ആദ്യം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് പോസ് ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക. നമുക്ക് 8 ഡിസ്കസ് ചെയ്യാം, 8ാമത്തെ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ മാത്സ് നമ്മൾ ചാപ്റ്റർ 4 പെർസെൻറ്റേജ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു 9 മണിക്കൂർ 51 മിനിറ്റ് വരെ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. മാത്സ് നമ്മൾ ആ ഒരു PDF പറയുന്ന, അതായത് സാർ ഡിസ്കസ് ചെയ്യുന്ന PPT ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് പഠിക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ. അത് പിന്നീട് അത് മാത്രം റിവൈസ് ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്ക് കവറാം. ഓക്കെ, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ PIQൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ ബേസിക്സ് ഓഫ് ഗ്രാമറിൽ നമ്മൾ ക്ലാസ് 4 ക്ലാസ് 4 കണ്ടു നോക്കുക. പിന്നെ റീസണിങ് അനലോഗി 301 മുതൽ 450 വരെ. അത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ എടുത്തിട്ട് എന്താണ് സർക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് ബ്ലാക്ക് ബുക്കിൽ നമ്മൾ 1-2 തവണ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടാത്തതൊക്കെ നമ്മൾ ഒരു സർക്കിൾ ഇട്ട് നോക്കുക, പെൻസിൽ ആയിട്ട് എന്തെങ്കിലും. പിന്നെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ 3ാമത് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ സർക്കിൾ ഇട്ട മാത്രം ടോപ്പിക്ക് എന്ത് ചെയ്ത് പോയാൽ മതി, റിവൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം റിവൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് റിവിഷൻ എളുപ്പവും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതും നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടും. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തല്ലോ നമ്മൾ. അപ്പൊ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തൊരു റിവിഷൻ വരുമ്പോൾ എന്താണ്, ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റിന് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഏഷ്യൻ ഹിസ്റ്ററി നമ്മൾ ഗുപ്ത പീരീഡ് കവർ ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും ഡെയിലി പഠിച്ചു പോവുക. പഠിച്ചു പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് എത്രയും പെട്ടെന്ന് ഡേ ടു ഡേ ആക്കാൻ നോക്കുക കാര്യങ്ങൾ. ഓക്കെ, ആ ഒരു ദിവസം തന്നെ അത് തീർത്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പഠിച്ചു തീർക്കുക. ഷെഡ്യൂള് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.